നമസ്കാരം. നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും കിച്ചു, രേണു, സുധി ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങളായി മാറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫിറോസ് വന്നു. രേണു ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് ശേഷമാണ് ഫിറോസും പിന്നെ സുധിയുടെ സുഹൃത്തും ഒക്കെ രംഗത്ത് വന്നത്. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം കിച്ചുവിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത്. രേണുവിനെ കുറിച്ച് രേണു ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കിച്ചു പ്രതികരിക്കാത്തത് കിച്ചുവിനെതിരെ കേസുണ്ടെന്നും ആ കേസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് രേണു കിച്ചുവിനെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു. പിന്നെ വീണ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായ കാര്യമാണ്. അപ്പോൾ ആ സമയത്തെല്ലാം കിച്ചുവിനെതിരെ കേസുള്ളത് കൊണ്ട് കിച്ചു ഒന്നും പറയത്തില്ല, കിച്ചു പ്രതികരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം വീണയുടെ ആണെങ്കിലും ഇപ്പോൾ രേണുവിനെതിരെ വരുന്ന വിമർശനങ്ങൾക്കാണെങ്കിലും ഇതിന് ഒരു അന്ത്യം ഉണ്ടാകണമെങ്കിൽ കിച്ചു വാ തുറക്കണം. കിച്ചു വാ തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെല്ലാം ഒരു അന്ത്യം ഉണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്നാൽ ആ ഒരു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രതികരണം എത്തി. മറ്റാരുതല്ല, നമ്മുടെ കിച്ചുവിന്റെ തന്നെ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി വരുന്നത്. ഇപ്പോൾ വീണ എസ് പിള്ള അല്ലെ, വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തതും. എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു. സോഷ്യൽ മീഡിയ അങ്ങോട്ട് കത്തിച്ച് ഒരു യുദ്ധകളമാക്കി മാറ്റി, കത്തിച്ച് തിരിച്ച് ഒരു അടി കൊടുത്തിട്ട് കിച്ചു രംഗത്ത് വന്നു. ലൈവില് എന്താ പറയാ, ചീട്ട് കീറി എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ചീട്ട് കീറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീണ പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് തന്നെ കിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബർ കഴിഞ്ഞ ദിവസം വന്ന് കള്ളു കുടിച്ചു എന്നും മറ്റേതും പോലീസ് പിടിച്ചു, അറസ്റ്റ് എന്താ പറയാ, കേസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് കിച്ചു പറയുന്നുണ്ട്, തനിക്കെതിരെ കേസുണ്ട്, അത് കേസ്. പക്ഷെ ഇത്രയും ആ യൂട്യൂബർ പറഞ്ഞതുപോലെ അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. അത് സാധാരണ ഇത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഈ കള്ളു കുടിക്കത്തില്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് പുഞ്ചക്കരി ഷാപ്പ് ഉണ്ടെങ്കിൽ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പൊ കള്ളു കുടിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അതുപോലത്തെ ഒരു സംഭവമാണ്. അല്ലാണ്ട് അതുപോലെ കുടിച്ചതേ ഉള്ളൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. അത് മാത്രമല്ല, ആ യൂട്യൂബർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ തന്റെ അച്ഛൻ, അതായത് രേണുവിന്റെ അച്ഛൻ പിന്നെ തങ്കച്ചനൊക്കെ വന്ന് ഇറക്കിക്കൊണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കിച്ചു അത് പറയുന്നത് അതൊക്കെ കള്ളമാണ്. താൻ മാത്രമേ ഫുഡ് കഴിച്ചപ്പോൾ കള്ളു കുടിച്ചുള്ളൂ, പക്ഷെ തന്റെ സുഹൃത്ത് കുടിച്ചിട്ടില്ല. അപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ ജാമ്യത്തിലാണ് താൻ ഇറങ്ങി വന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും പോലീസ് പിടിക്കുമ്പോൾ പെറ്റി വരുമല്ലോ, അതുപോലെ 1000 രൂപ പെറ്റി അടച്ചു, കോടതി കഴിയുന്നത് വരെ അവിടെ നിന്നു. വണ്ടിയുടെ ബുക്ക് ഒരു പേപ്പറിൽ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നു എന്നല്ലാതെ അതിനപ്പുറം വലിയൊരു കേസായിട്ട് ആ കാര്യങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ചെറിയ കുട്ടിയാണ്, അങ്ങനെയാണ്. കുട്ടി കുടിച്ചത് വലിയ ലിക്കറും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ആ കുട്ടി ഈ ചെയ്ത തെറ്റിന് അത് എത്രയോ മാസങ്ങൾക്ക് മുന്നുള്ള, അതായത് കഴിഞ്ഞ ഡിസംബറിൽ സംഭവിച്ചൊരു കാര്യമാണ്. അത് ഇപ്പൊ ബൂതി വീർപ്പിച്ച് വരേണ്ട ആവശ്യമില്ല. എന്തിനാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് തികഞ്ഞെടുത്തിട്ട് അവരെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, നാണമില്ലാത്ത പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ പറഞ്ഞതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, കിച്ചു പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ, ഇപ്പൊ തന്റെ അച്ഛനെതിരെ ആണെങ്കിലും ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് തന്റെ ഭാവിയാണ് ബാധിക്കുന്നത് എന്ന് കിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ആ ഒരു ലൈവ് വീഡിയോയിൽ കിച്ചു അത്രത്തോളം സഹി കെട്ടിട്ട് അത്രത്തോളം വേദനയോടുകൂടി തന്നെയാണ് അത് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറയുമ്പോൾ, അച്ഛനെയും തന്നെയും കുറിച്ച് പറഞ്ഞതൊന്നും സത്യമല്ല എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ, അതായത് വീണയ്ക്കൊപ്പമുള്ള അച്ഛൻ്റെ ആ ഒരു ദാമ്പത്യ ജീവിതം നയിച്ച സമയത്തായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടം എന്ന് ഒരു കുട്ടി പറയണമെങ്കിൽ ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചിരിക്കണം എന്ന് തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. വീണ പറഞ്ഞൊന്നും സത്യമില്ല. ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ തൻ്റെ ഭാവിയെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. തനിക്ക് തൻ്റെതായ ഒരു കരിയർ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒന്നിനും പ്രതികരിക്കാനുള്ളൊരു സമയം തനിക്കില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. കാരണം ആ ഒരു ഭാവി, ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഭാവി ഉണ്ട്. ആ ഭാവി പടുത്തുയർത്താനുള്ള ശ്രമിക്കണോ, അതോ നിങ്ങളെപ്പോലുള്ളവർ ഒരു പണിയില്ലാതെ ഓരോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി അവരുടെ പാസ് തപ്പി ഓരോ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിനെ തിരുത്തി മുന്നോട്ട് പോയി ആ കുട്ടി ജീവിതം കളയണോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയൂ. അല്ല, അത് മാത്രമല്ല, ഈ കോട്ടയത്തെ വീട്ടിൽ നിന്നും കിച്ചുവിനെ അടിച്ചിറക്കി വിട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും കിച്ചു മറുപടി പറയുന്നുണ്ട്. എനിക്ക് ഒരിക്കലും കോട്ടയത്തെ
വീട് എന്ന് പറയുന്നത് കംഫർട്ടബിൾ അല്ല. എനിക്ക് കൊല്ലത്തെ വീടാണ് കംഫർട്ടബിൾ. അതുകൊണ്ട് അച്ഛന്റെ എല്ലാവരും ഉള്ളത് അവിടെയാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അല്ലാതെ പിന്നെ കിച്ചു വളർന്നതൊക്കെ അവിടെ. പിന്നെ അമ്മയെ കുറിച്ച് രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. രേണു പാവാണത്. കുറച്ച് വീഡിയോ ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് കിച്ചു. അല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോഴും രേണു അമ്മ എന്ന് മാത്രമേ കിച്ചു പറയുന്നുള്ളൂ. അത് പാവാണ് എന്നുള്ള വളരെ നിസ്സാരമായിട്ട് പറയാം. അത് പാവാണ്, വീഡിയോ കുറച്ച് ഇടുന്നുണ്ടല്ലേ ഉള്ളൂ, അല്ലെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിങ്ങളായിട്ട് പ്രശ്നമാക്കി അവരെ തമ്മിൽ അടുപ്പിക്കാണ്ടിരുന്നാൽ മതി. അല്ലാണ്ട് കിച്ചു പറയുന്നതിൽ സത്യസത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഋതപ്പന്റെ കാര്യം, ഋതപ്പൻ ഭാവിയിൽ ഇനി ഏട്ടനെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വരട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ അവനെ പോയി കാണാറുണ്ട്, ഞാൻ അവന്റെ പിറന്നാൾ വരാൻ പോവാണ്. അപ്പോൾ അതൊക്കെ അവർ സന്തോഷിക്കട്ടെ. പിന്നെ ശ്രുതിക്കെതിരെ ഏറ്റവും കൂടുതൽ ബാഡ് ആയിട്ടുള്ളതാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യരുത് എന്നാണ് കിച്ചു അപേക്ഷിക്കുന്നത്. കാരണം അച്ഛൻ അത്രയും നല്ലവനാണ്. അച്ഛൻ സ്വന്തം ആ മകന് വേണ്ടിയിട്ട്, അമ്മ ഉപേക്ഷിച്ച് പോയിട്ടും ആ മകന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട ഒരാളാണെന്നാണ് ശ്രുതി. അത്രയും നല്ലൊരു പേഴ്സൺ ആണെന്ന് തന്നെയാണ് കിച്ചു പറയുന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ പോയ ദുഃഖം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട ഒരാളാണ് തൻ്റെ അച്ഛൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വെറുതെ തല്ലിപ്പൊളിയാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. പിന്നെ ഇപ്പോൾ കൊല്ലത്തുള്ള അച്ചമ്മയ്ക്കൊപ്പമാണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അവർ അവിടെ നിന്ന് ഇപ്പോൾ കിച്ചു കൊല്ലത്ത് അച്ചമ്മയ്ക്കൊപ്പമാണുള്ളത്. അപ്പോൾ അവിടെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ്. പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലപോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം, വീണ എന്ന സ്ത്രീയുമായിട്ടുള്ള ഡിവോഴ്സിന് കാരണം രേണു അമ്മയല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രേണു അല്ല അതിനുള്ളൊരു കാരണം. പൈസയും മറ്റും ഒക്കെ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അവരിപ്പോൾ വന്ന് പറയുമ്പോൾ അവർ നല്ല ആളും അച്ഛനൊരു തെറ്റ് ചെയ്ത ആളും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഇവർ കല്യാണം കഴിച്ചു എന്ന് കിച്ചു പറയുന്നുണ്ട്. അതില്ല എന്നല്ല പറയുന്നത്, കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നം രേണു ആയിരുന്നില്ല. രേണു കാരണമല്ല പിരിഞ്ഞത്. ഇവർ തമ്മിലുള്ള പ്രശ്നം പണമായിരുന്നു. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊല്ലത്തുള്ള അവരുടെ നാട്ടുകാർക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. പിന്നെ വീണ എന്ന സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിച്ചപ്പോഴും ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പം തന്നെയായിരുന്നു താമസിച്ചത്. അതുകൊണ്ട് തന്നെ അത് അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകുന്ന വളരെ വ്യക്തമായിട്ട് എന്തായാലും കിച്ചു പറഞ്ഞിട്ട് അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത്. അത് മാത്രമല്ല കിച്ചു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേദനയായിട്ട് ഏറ്റവും ഒരു വിഷമമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സുധിക്കുട്ട എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വിവാഹം കഴിഞ്ഞ ശേഷം, അതായത് വീണയുമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് പോയി എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ട് പ്രത്യേകിച്ച് കിച്ചു എടുത്ത് പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് വീണ്ടും ഒരു ചർച്ചയാക്കാനുള്ള താല്പര്യം എനിക്കില്ല. പക്ഷേ ഇത്രയൊക്കെ മനസ്സിലാക്കുന്നത് ഇവരെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പം തന്നെയാണ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ സുധിക്കുട്ടാന്ന് വിളിച്ചിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം പോലും എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ എന്തുമാത്രം പ്രശ്നങ്ങൾ അവർക്കിടയിൽ എന്തുകൊണ്ടായിരിക്കും? കിച്ചു മകനെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന മകനാണോ, അതോ ഇന്നലെ കയറി വന്നിട്ട് നമ്മളെ ഈ ഒരു കാര്യം പറയുമ്പോഴേ വീണ പറഞ്ഞ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? വീണ പറഞ്ഞപ്പോഴല്ല ഇത് രേണു കാരണം സംഭവിച്ചു, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹം രേണുവിന് ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇതൊക്കെ സ്വന്തം വീണ പറഞ്ഞിരുന്നില്ലേ? പക്ഷെ ഇതൊക്കെ കിച്ചു ഇത്രയും പറയുമ്പോഴത്തേക്കും വീണ കാരണം കിച്ചുവിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ആ ഒരു അനുഭവങ്ങൾ കിച്ചു പറഞ്ഞു. പക്ഷെ അത് വീണ കാരണമാണ് സത്യം പറഞ്ഞ ഉണ്ടായത്. പക്ഷെ അതിപ്പോ വീണ തന്റെ ജീവിതത്തിൽ ഉണ്ടായത് രേണുവിന്റെ തലയ്ക്ക് എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കിച്ചുവിന് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ കിച്ചു രേണുവിനെതിരെ സംസാരിച്ചാൽ പോലും കിച്ചു ഇപ്പൊ നിൽക്കുന്നത് കോട്ടയത്തല്ല, അവൻ കൊല്ലത്താണ് നിൽക്കുന്നത്. അച്ഛൻ്റെ വീട്ടുകാരോട് അവൻ എന്ത് ചെയ്താലും അച്ഛൻ്റെ വീട്ടുകാർ അവൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ രേണുവിനെതിരെ പറഞ്ഞാൽ എന്താ ഇപ്പൊ കുഴപ്പം? പറയാലോ. ഇപ്പം ആ കേസിൻ്റെ കാര്യം കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞു. യൂട്യൂബർ വായിക്ക് അടിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അലസലായിട്ട് വായിക്ക് അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്, വയറ് വിഴുങ്ങി ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വെറുതെ നിങ്ങൾ പ്രശ്നമാക്കണം. പിന്നെ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ കാര്യത്തിലൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല എന്ന് കിച്ചു നല്ല മാന്യമായിട്ട് കാര്യങ്ങൾ. അല്ല, അതത്ര വലിയ കേസ് എന്താണത്? സ്വാഭാവികമായിട്ട് ഇപ്പം ഈ നമ്മളിപ്പം ഹെൽമെറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ കുടിച്ചിട്ടോ പലർക്കും അയ്യോ ഇത് ആദ്യമായിട്ട് ഈ കേരളത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന പോലെയാണ്. അല്ല, ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ ആദ്യം 2 വിവാഹം കഴിക്കുന്നത് ആദ്യത്തെ ആള് സുധിയും, ഇപ്പൊ ദിലീപിന്റെ മറ്റേ കേസില്ലേ അതില് രണ്ടാമത്തെ ഡിവോഴ്സ് ആയിട്ട് കല്യാണം കഴിക്കുന്ന ഒരേ ഒരാള് ദിലീപ്. അല്ല, ദിവ്യ ശ്രീധറും ഇപ്പൊ ഗോപാലിന്റെ ഒക്കെ വിവാഹത്തിലും ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് കേരളത്തിൽ ഇവര് മാത്രമേ ഉള്ളൂ.
അപ്പൊ എന്താണ് ഇവര് സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കമന്റ് കണ്ടിട്ടില്ലായിരുന്നു, ഇതെല്ലാം കണ്ണുകടിയാണ് രേണു വളർന്നു വരുന്നതിന്റെ. കുടുംബക്കാർക്കും അയൽവാസികൾക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചൊറി പരിപാടിയാണത്. സത്യമായിട്ട് തന്നെയാണ് സംഭവിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ശ്രദ്ധിച്ചോളെ, നമ്മളിപ്പോ ഇത് ഇത്രയും പറഞ്ഞു, ഇനി നാളെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കിച്ചു രംഗത്ത് വന്നുകൊണ്ട് രേണുവിനും ഇപ്പൊ ആ ഒരു വീടിന്റെ പ്രശ്നത്തിലും കൂടി ഒരു കാര്യം പറയും. ഫിറോസിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ തീരുമാനിക്കട്ടെ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഈ രേണുവിന്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ രേണുവിന്റെ അഭിനയത്തിന്റെ ആണെങ്കിലും, ഇപ്പൊ രേണു സ്നേഹിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കിച്ചു മറുപടി നൽകി. അതുപോലെ ഇപ്പൊ വീണ രംഗത്ത് വന്നതിന്റെ അതിനും കിച്ചു മറുപടി നൽകി. യൂട്യൂബർ കേസിന്റെ കാര്യത്തിലും കിച്ചു മറുപടി നൽകി. ഫിറോസിന്റെ കാര്യത്തിലും മറുപടി നൽകി. ഇപ്പൊ ഉള്ള വിവാദങ്ങളൊക്കെ കിച്ചു ഒന്ന് അടക്കി തന്നിട്ടുണ്ട്. ദിവസങ്ങളായിട്ട് പൊരിഞ്ഞടിയിരുന്നു, അതൊന്നും അടക്കി തന്നു. പക്ഷേ ഇനി നാളെ പുതിയ വിവാദമായിട്ട് നിങ്ങൾ വരണം. അല്ല, വിവാദമായിട്ട് മാത്രമല്ല, ഇനിയിപ്പോ നമ്മള് ഈ വീഡിയോസിന് താഴെ കമന്റ്സ് വരും, നിങ്ങൾ എത്ര രൂപ കാശ് വാങ്ങി, നിങ്ങൾ വെള്ളം പൂശാൻ നടക്കുന്നുണ്ടോ? നമുക്ക് വെള്ളം പൂശിയുടെ യാതൊരു കാര്യമില്ല. കിച്ചു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് കിച്ചു പറഞ്ഞതിനപ്പുറം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടില്ല. കിച്ചു പറഞ്ഞ അനുസരിച്ച് നമ്മൾ എന്താണോ നമ്മൾ ഇത്രയും നാള് പറഞ്ഞൊരു കാര്യം, ഇതിലൊരു സത്യം ഉണ്ടാവും. കിച്ചു രംഗത്ത് വരണം. കിച്ചു വാ തുറന്നാൽ തീരാവുന്ന പ്രശ്നം അതേ ഞങ്ങൾ പറഞ്ഞു. അതുപോലെ കിച്ചു വന്നു, കാര്യങ്ങൾ പറഞ്ഞു. ഇതിനപ്പുറം നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇനി പുതിയൊരു വിവാദത്തിനായി ഞങ്ങളും കാത്തിരിക്കുന്നു. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.